നമസ്കാരം. ആനന്ദ് ന്യൂസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനിയൊരു തമിഴക വാർത്തയാകാം. ഇപ്പോൾ തമിഴകത്ത് നിന്ന് വരുന്ന വാർത്തകളിൽ ഏറ്റവും പ്രധാനം കഴിഞ്ഞ ആഴ്ചയിലൊക്കെ നമ്മൾ മുമ്പോട്ട് വെച്ച നടൻ വിജയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. തമിഴക വെട്രിക്കഴകം അങ്ങനൊരു പാർട്ടി കൂടി അവിടെ ജനിച്ചിരിക്കുന്നു. ദ്രാവിഡ മുന്നേറ്റ കഴകത്തെക്കുറിച്ച് നമുക്കറിയാം. അപ്പം തന്നെ AIDMK കുറിച്ചുമൊക്കെ നമുക്ക് ആ തമിഴ്നാട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇപ്പോഴും DMK എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിനെ അങ്ങനെ ആർക്കും പെട്ടെന്ന് ചവിട്ടി പുറത്തെറിയാൻ കഴിയുന്ന ഒരു രീതിയല്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥിതിവിശേഷമല്ല തമിഴ്നാട്ടിലുള്ളത് എന്ന് കൂടി പറയട്ടെ. പക്ഷേ എങ്കിലും എന്തുകൊണ്ടോ ജനങ്ങൾക്ക് വളരെ സ്വീകാര്യനായിട്ടുള്ള വിജയ് എന്ന് പറയപ്പെടുന്ന നടൻ എപ്പോഴാണ് ഇങ്ങനെ ഒരു കുബുദ്ധി തോന്നിയതെന്നും അറിയില്ല. അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നു. തമിഴക വെട്രിക്കഴകം എന്ന് പറയപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നു. ആ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നത് ഇനി ജനങ്ങളെ സേവിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ്. സിനിമാ അഭിനയമൊക്കെ നിർത്തിവെച്ച് അദ്ദേഹം തമിഴക വെട്രിക്കഴകത്തിൻ്റെ നേതാവായി തമിഴ്നാട്ടിൽ തമിഴ് മക്കളുടെ മുഖ്യമന്ത്രിയാകുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ യാത്ര എന്ന് പറയപ്പെടുന്നത്. എത്രത്തോളം അതിനകത്ത് വിജയിക്കുമെന്ന് കണ്ടറിയേണ്ടതുമാണ്. എന്തായാലും ഇതാ തമിഴക വെട്രിക്കഴകത്തിൻ്റെ ആദ്യ സമ്മേളനം നടക്കാൻ പോകുന്നു. ആ സമ്മേളന സ്ഥലത്ത് ഇന്ന് അവിടെ ഭൂമി പൂജ നടക്കുകയാണ്. നടൻ വിജയ് രൂപം കൊടുത്ത രാഷ്ട്രീയ പാർട്ടിയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച തമിഴക വെട്രിക്കഴകം എന്ന് പറയപ്പെടുന്ന TVK എന്ന് പറയപ്പെടുന്ന ആ രാഷ്ട്രീയ പാർട്ടി. അതിൻ്റെ പൊതുസമ്മേളനം നടക്കുന്ന സ്ഥലത്ത് ഭൂമി പൂജ നടത്തി പൊതുസമ്മേളന വേദിയാക്കി മാറ്റുന്നതിനുള്ള ഒരു ശ്രമങ്ങൾ ഇന്ന് ആരംഭിക്കുകയാണ്. ഇന്ന് നടക്കുന്ന ഭൂമി പൂജയിലൊക്കെ ഈ പറയുന്ന നടൻ വിജയ് പങ്കെടുക്കുകയാണ്. വിജയ് എന്ന് പറയപ്പെടുന്ന ഒരു ക്രൈസ്തവ വിശ്വാസിയാണ്. ആണെങ്കിൽ കൂടിയും അദ്ദേഹത്തെ ഹിന്ദു വിരുദ്ധനാണെന്നുള്ള ഒരു രീതിയിലേക്ക് BJPയുടെ ചില പ്രചാരണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ അതിനെ തടയിടുക എന്നൊരു ലക്ഷ്യം കൂടി ഭൂമി പൂജയിലൂടെ വിജയ് എന്ന് പറയപ്പെടുന്ന നടൻ ലക്ഷ്യമിടുന്നുണ്ട്. പക്ഷേ എത്രത്തോളം ദൂരത്തിൽ എത്താൻ കഴിഞ്ഞു എന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനായി മാറാൻ വിജയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ആ ഭൂമി പൂജയിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം ജാതിമത വിഭജന ശക്തികളെ എതിർക്കുമെന്ന് വിജയ് പ്രഖ്യാപിച്ചിരുന്നു. ഇതോടെയാണ് DMK പോലെ നിരീശ്വരവാദ രാഷ്ട്രീയമായിരിക്കും വിജയ് പിന്തുടരുക എന്ന് എല്ലാവരും കരുതിയിരിക്കുന്നത്. എന്നാൽ വിശ്വാസത്തെ കൈവിടില്ലെന്ന സൂചന കൂടി ഭൂമി പൂജയിലൂടെ താരം നൽകുകയാണ്. തമിഴ് വൈകാരികതയും ദളിത് അനുകൂല നിലപാടും ഉയർത്തിക്കാട്ടിക്കൊണ്ട് രാഷ്ട്രീയത്തിലൊക്കെ ഇറങ്ങുന്ന വിജയ് വിശ്വാസത്തിനും വളരെ വലിയ പ്രാധാന്യം നൽകുമെന്നുള്ളൊരു സന്ദേശം കൂടി ഈ ഭൂമി പൂജയിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. ഇത് RSSകാർക്ക് BJPക്കാർക്കുള്ളൊരു തിരിച്ചടിയാണ് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. സിനിമകളിലൂടെയൊക്കെ പലപ്പോഴും ഇങ്ങനെ കേന്ദ്ര സർക്കാരിനെയൊക്കെ വളരെ നഖശിഖാന്തം വിമർശനത്തിനെ തുടർന്ന് ജോസഫ് വിജയ് എന്ന പേര് ചൂണ്ടിക്കാട്ടി വിജയ് ക്രൈസ്തവ വിശ്വാസിയാണ് എന്ന് പറഞ്ഞു നടക്കുന്ന BJPക്കാർ ഉണ്ടായിരുന്നു. BJPയുടെ അത്തരത്തിലുള്ള വിമർശനങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അതിനെയൊന്നും ജോസഫ് വിജയ് എന്ന നടൻ വിജയ് ചെവിക്കൊണ്ടതേയില്ല എന്നുള്ളതാണ്. പാർട്ടി ആരംഭിച്ചപ്പോഴും സമാനമായിട്ടുള്ള ആരോപണങ്ങൾ BJP നേതാക്കൾ ഉന്നയിക്കുകയും ചെയ്തു. വിജയുടെ അച്ഛനും അമ്മയുമൊക്കെ ചേർന്നുകൊണ്ട്, അതായത് വിജയുടെ അച്ഛൻ S. A. ചന്ദ്രശേഖർ ക്രിസ്ത്യാനിയാണ് എന്ന്, അമ്മ ശോഭ എന്ന് പറയപ്പെടുന്ന ഹിന്ദുവാണ് എന്നും, എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്ന വ്യക്തിയാണ് വിജയ് എന്നാണ് നേരത്തെ ഇത് സംബന്ധിച്ച വിവാദങ്ങളൊക്കെ വന്നപ്പോൾ ചന്ദ്രശേഖർ എന്ന് പറയപ്പെടുന്ന വിജയുടെ അച്ഛൻ പറഞ്ഞത്. പക്ഷേ ഇതിനെയൊക്കെ എതിർത്തുകൊണ്ടാണ് RSSും BJPയും ഒക്കെ വിജയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ക്രിസ്ത്യൻ വിശ്വാസിയാണെന്നും വിശ്വാസങ്ങളിൽ അർപ്പിതമായിട്ടുള്ള ജീവിതമല്ല, ഹിന്ദു വിശ്വാസങ്ങളെ, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിശ്വാസങ്ങളെ ഉൾക്കൊള്ളുന്ന വ്യക്തിയല്ല എന്നൊക്കെ പറഞ്ഞാണ് വിജയ്ക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നത്. പക്ഷേ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്ന വ്യക്തിയാണ് വിജയ് എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ വരെ പറഞ്ഞത്. TVKയുടെ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ അതിനുള്ള സമയം നിശ്ചയിക്കുവാൻ വേണ്ടിയിട്ട് ജ്യോതിഷിയുടെ സഹായം വരെ തേടി എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹിന്ദു വിരുദ്ധനാണ് എന്നുള്ള ആരോപണത്തിനെ തടയിടാൻ കൂടി തന്നെയാണ് ഈ ജ്യോതിഷിയുടെ സഹായം തേടിയിട്ടുണ്ട് എന്നുള്ള വാർത്ത കൂടി പത്രങ്ങളിലൂടെ വാർത്തയാക്കി മാറ്റുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണോ വിജയ് തൻ്റെ നീക്കം നടത്തുന്നത്? രാഷ്ട്രീയത്തിൽ ഒന്നാമനാവുക എന്നൊരു ലക്ഷ്യം അദ്ദേഹത്തിനുണ്ട്. പക്ഷേ DMK എന്ന് പറയപ്പെടുന്ന ഒരു പ്രസ്ഥാനത്തെ അത്ര പെട്ടെന്നൊന്നും ചവിട്ടിയരയ്ക്കാൻ കഴിയില്ല എന്ന് ചിലപ്പോൾ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ വിജയ്ക്ക് മനസ്സിലാക്കുകയും ചെയ്യും. കാരണം ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന് പറയപ്പെടുന്ന DMKയുടെ ഏറ്റവും വലിയ വേരുകളെന്ന് പറയപ്പെടുന്നത് അങ്ങ് ആഴത്തിലേക്ക് ഇറങ്ങിപ്പോയവയാണ്. അവയെ കടക്കൽ വെച്ച് വെട്ടി നിരത്താനൊന്നും വിജയ് പോലൊരു നടന് കഴിയുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. വിജയ്ക്ക് വലിയ ഫാൻസ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല, ജനകീയനാണ് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. പക്ഷേ ആ ജനകീയതയും ഫാൻസിൻ്റെയും ഒക്കെ വോട്ട് വിജയ്ക്ക് ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് സംശയം. ഇവിടെ വിഴുപുരം ജില്ലയിലെ വിക്രവാണ്ടിയിലാണ് 27-ാം തീയതി ഈ സമ്മേളനം നടക്കാൻ പോകുന്നത്. ഏകദേശം 5 ലക്ഷത്തിലേറെ പേരെ പങ്കെടുപ്പിക്കുന്ന ഒരു വലിയ സമ്മേളനമാണ് നടക്കാൻ പോകുന്നതെന്ന് TVK അവകാശപ്പെടുമ്പോഴും
ആ അവകാശവാദങ്ങളൊക്കെ യാഥാർത്ഥ്യമാകുമോ? അതായത് ഒരു ജില്ലയിൽ നിന്ന് ഏകദേശം 10,000 പേരെ വീതം എത്തിക്കുക എന്നുള്ളതാണ് തീരുമാനം. കേരളമടക്കമുള്ള അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആരാധകരടക്കം വിജയുടെ ഫാൻസുകാരടക്കം പങ്കെടുക്കുവാനുള്ള ഒരു വേദിയായിട്ട് ഇത് മാറിയേക്കുമെന്നുള്ള തരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൻ്റെയും അണ്ണാ ഡി എം കെയുടെ പ്രസക്തി പോകുന്നത് ജയലളിതയുമായി ബന്ധപ്പെട്ട് അവരുടെ മരണശേഷമാണ്. ഇല്ലെങ്കിൽ ജയലളിതയെ തകർക്കാൻ കഴിയില്ല, അണ്ണാ ഡി എം കെ തകർക്കാൻ കഴിയില്ല തമിഴ്നാട്ടിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ മാറിയിട്ടുണ്ട്. പകരം അവിടെ ഡി എം കെ ശക്തി പ്രാപിച്ചു. പക്ഷേ ഡി എം കെ ശക്തി പ്രാപിക്കുന്നത് വിജയുടെ വരവും ഡി എം കെയുടെ യുവാവിനെ കൊണ്ടുവരവ്, അതായത് ഇപ്പോൾ അവിടെ ഡി എം കെയുടെ നേതാവായിട്ട് ഉപമുഖ്യമന്ത്രിയായിട്ട് ഉദയനിധി സ്റ്റാലിൻ വന്നത് എന്തുകൊണ്ടാണ്? ഉദയനിധി സ്റ്റാലിൻ്റെ വരവ് പോലും വിജയുടെ ഈ പാർട്ടി രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടാണ്. യുവാക്കളുടെ രക്തത്തെ തിരിച്ചറിയുവാനുള്ള കരുത്ത് തമിഴ്നാടിനുണ്ട്, അല്ലെങ്കിൽ തമിഴ് മക്കൾക്കുണ്ട് എന്നുള്ള വലിയ വിശ്വാസത്തിൻ്റെ പുറത്താണ് സ്റ്റാലിൻ എന്ന് പറയപ്പെടുന്ന മുത്തുവേൽ സ്റ്റാലിൻ, ആ മുത്തുവേൽ കരുണാനിധി സ്റ്റാലിൻ എന്ന് പറയപ്പെടുന്ന സ്റ്റാലിൻ ഉദയനിധി സ്റ്റാലിനെ തൻ്റെ പകരക്കാരനായി നിയമിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം വരുമ്പോൾ വിജയോട് എതിർത്ത് നിൽക്കാൻ പറ്റുന്ന ഒരു യുവാവായി ഈ ഉദയനിധിയെ തുറന്നു കാട്ടാം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അത്തരത്തിലൊരു സമീപനം സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വിജയുടെ വരവിനെ പലരും സ്വാധീനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാവർക്കും ചിലപ്പോൾ ഭയപ്പാടുണ്ടാക്കിയേക്കാം. എങ്കിൽ കൂടിയും വിജയ് ഒരുങ്ങിയിരിക്കേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിക്ക് എത്രത്തോളം ജനസ്വീകാര്യതയുണ്ട് എന്നുള്ളതും, ഒപ്പം തന്നെ ഈ വരുന്ന തിരഞ്ഞെടുപ്പുകളിലൊക്കെ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് എത്രത്തോളം സീറ്റുകൾ നേടുവാൻ കഴിയുമെന്നുള്ളതും. ഈ വലിയ ജനകീയത, ജനപിന്തുണ, അല്ലെങ്കിൽ ഇങ്ങനെ ഫാൻസ് ക്ലബ്ബുകളുടെ രൂപീകരണമൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും അതിനെയൊന്നും തകർക്കാൻ, അത്തരത്തിലുള്ള ജനകീയതയെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജനാധിപത്യ ബോധത്തിലുള്ള ജനങ്ങളെ തകർക്കുവാൻ ഈ ജനകീയതയ്ക്ക് കഴിയുമോ എന്നുള്ളതാണ്. ഫാൻസ് ക്ലബ്ബുകൾക്ക് ജനാധിപത്യത്തെ തകർക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. അവിടെയാണ് ചോദ്യം. അതുകൊണ്ട് ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു വിജയ്ക്ക് എന്നുള്ളതാണ്. ഈ രാഷ്ട്രീയ പാർട്ടിയുടെ നിർമ്മാണത്തിലൂടെ, രൂപീകരണത്തിലൂടെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് തമിഴ് മക്കളുടെ മുഖ്യനായി മുൻപിലെത്താം എന്നുള്ളതാണ്. പക്ഷേ അതൊക്കെ നടക്കുവാൻ ഈ 2026 നടക്കുമോ എന്നുള്ള കാര്യത്തിലൊക്കെ വളരെ സംശയമുണ്ട്. ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട് വിജയ്ക്ക് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.